ഇറാനിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പല ഇടങ്ങളിലും ബന്ദർ അബ്ബാസിൽ 4 ആക്രമണം ഉണ്ടായി, സിരിക്കിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഗുഷൈമിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ തെക്കൻ ഇറാനിലെ തീരപ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത്. അത് 3ാം റൗണ്ട് ആക്രമണമാണെന്നും ഇപ്പോൾ 3ാം റൗണ്ട് ആക്രമണം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നുമാണ് അമേരിക്ക അറിയിക്കുന്നത്. മറ്റൊന്ന്, ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ആക്രമണമാണ്. ബഹ്റൈനിൽ ശക്തമായിട്ടുള്ള ആക്രമണം ഇന്ന് രാവിലെ ഉണ്ടായി. 3 തവണയാണ് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ബഹ്റൈനിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ ആയുധശേഖരം നശിപ്പിച്ചു എന്ന് ഇറാൻ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് കുവൈറ്റിലും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. നയതന്ത്ര കാര്യാലയത്തിന് നേരെ പോലും കുവൈറ്റിൽ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ ഹൂതികളുടെ ആക്രമണം സൗദി അറേബ്യയിലേക്ക് ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് സൗദി അറേബ്യയിലെ അൽ അബ്ഹ എന്ന് പറയുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ആക്രമണം ഉണ്ടാകുന്നത്. ഇത് വ്യോമഗതാഗതത്തെ കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. ഇത്തരത്തിൽ പല തരങ്ങളിലായിട്ട് പല ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത്. അത് സംഘർഷം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഇന്ധന വിലയിൽ വലിയ വർധനയുണ്ട്. ഏതാണ്ട് 9% ബ്രന്റ് ക്രൂഡിന്റെ വില വർദ്ധിച്ചിട്ടുള്ളത്. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോൾ അത് $85 അടുത്തെത്തി നിൽക്കുകയാണ് ക്രൂഡ് ഓയിലിന്റെ വില. സ്വാഭാവികമായും നമ്മുടെയൊക്കെ ജീവിതത്തെ ആദ്യമായി ബാധിക്കും. ഹോർമൂസിലൂടെയുള്ള ചരക്ക് കപ്പലുകളുടെ നീക്കം ഏതാണ്ട് നിലച്ചൊരവസ്ഥയിലാണ്. അതും അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ ഇടയാകും. അതേസമയത്ത് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ അറിയിക്കുന്നു, വീണ്ടും ആക്രമിക്കും, ഇറാനെതിരായിട്ടുള്ള ആക്രമണം പുനരാരംഭിച്ചിരിക്കുന്നു എന്ന്. അതിന്റെ അർത്ഥം കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ്. ഏതായാലും മേഖല വലിയൊരു ആശങ്കയിലേക്ക്, യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്നു എന്ന് വേണം വിലയിരുത്താം. സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ നൽകിയത്. ഇറാന്റെ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇറാൻ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹൊസൈൻ ഉൾപ്പെടെയുള്ള നയതന്ത്ര പ്രതിനിധികളെയാണ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തിയത്.